കേന്ദ്രമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ പറഞ്ഞത്? മാത്രമല്ല ഇന്നല്ലാഹ ജഅല ദുർരിയത കുല്ലി നബിയ്യിൻ മിൻ സുൽബിഹി വജഅല ദുർരിയതഹി മിൻ സുൽബി അലി. എല്ലാ നബിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ നബിയിൽ നിന്നാണ് മുതുകിൽ നിന്നാണ് ഇറക്കിയതെങ്കിൽ വജഅല ദുർരിയതഹി മിൻ സുൽബി അലി, എന്റെ പരമ്പര അല്ലാഹു ഈ അലിയുടെ മുതുകിൽ നിന്നാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവിടെ വരുന്ന കോടാനകോടി മുതഹ്ഹരീങ്ങളായ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ അബാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അവരുടെ അബാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. കൗസർ ഞാൻ കഴിഞ്ഞ ആഴ്ച വൽ ഖൗലു സാലിസ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട തഫ്സീറുൽ കബീർ എന്നെ ഞാൻ നിങ്ങളെ മുന്നിൽ ഉദ്ധരിച്ചു. അത് ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഒരു പ്രത്യേകത, ആ നസബിന്റെ ആ തറവാടിന്റെ പ്രത്യേകത സിദ്ദീഖുൽ അക്ബറിനില്ല റളിയല്ലാഹു അൻഹു. എന്നാൽ മുഅ്മിനീങ്ങളിൽ റുത്ബയിൽ അഫ്ളലായ ആൾ ആരാണ്? സയ്യിദുന സിദ്ദീഖാണ്. മാ ബൈന സമാഇ വൽ അർള്, അവരെക്കാൾ അഫ്ളലായ ഒരാൾ മുഅ്മിനീങ്ങളിൽ ഇല്ല. ഇതിൽ ഇജ്മാ ഉണ്ട്, അതിൽ തർക്കമില്ല. അതൊന്നും ഇവിടെ വർത്താനമേ ഇല്ല. എന്നാൽ ബഹുമാനപ്പെട്ട സിർറുൽ അസ്റാറായ മൽഹറുൽ അജായിബായ കുറെ കൊല്ലങ്ങളായി നമ്മൾ കേൾക്കുന്നതുമാണല്ലോ എന്ത് മൽഹറുൽ അജായിബ് ഔ മുൽഹിറുൽ അജായിബ് അല്ലേ? നമ്മള് ഖുതുബയിൽ ഓതുമ്പോ പറയും ആരെപ്പറ്റി? സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയും. പിന്നെ ആരെപ്പറ്റി പറയും? സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളെ പറ്റി പറയും. സയ്യിദുന ഉസ്മാൻ. പിന്നെ പറയും എന്റെ ബഹുമാനപ്പെട്ട മുൽഹിറുൽ അജായിബ് ഔ മൽഹറുൽ അജായിബ് സയ്യിദുന അലി ബിൻ അബി ത്വാലിബ്. എല്ലാ അത്ഭുതങ്ങളുടെയും മൽഹറാണ്, അതിന്റെ പ്രഭവസ്ഥാനമാണ് സയ്യിദുന അലി. ഒരുപാട് മഹാത്ഭുതങ്ങളെ പ്രത്യക്ഷപ്പെടുത്തിയ ആളാണ് സയ്യിദുന അലി. ഇത് നമ്മൾ എത്ര കൊല്ലായി കേൾക്കണാണ്. അപ്പോൾ അവര് സിർറുൽ അസ്റാറാണ്. അവര് അത്വഹരീങ്ങളായ അല്ലാഹുവിന്റെ അഹ്ബാബായ കോടാനകോടി മുഅ്മിനീങ്ങളുടെ ബാപ്പയാണ് സയ്യിദുന അലി. അവരിലൂടെയാണ് ഹുദ വന്നത് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അലവിയാക്കളാണ് ലോകത്തെ ഹുദ പ്രചരിപ്പിച്ചത്. പറഞ്ഞിട്ടില്ലേ? അലവിയാക്കളാണ് ലോകത്തെ ഹുദ പ്രചരിപ്പിച്ചത്. അപ്പോൾ ആ ഹുദ പ്രചരിപ്പിച്ച ആളെ അള്ളാഹുവിന്റെ മശിയത്ത് കൊണ്ട് അള്ളാഹു കഅബ ആലയത്തിന്റെ അകത്തളത്തിൽ തന്നെയാണ് പൂജാരനായത് സയ്യിദുന അലി. എന്താണ് ഇതിന്റെ ഒക്കെ സിർറ്? റബ്ബിനറിയാം. ഞാൻ ഒറ്റക്ക് പറയല്ല, നിങ്ങൾ വായിച്ചില്ലേ? ഇത് ഞാൻ ഒറ്റക്ക് പറയുന്ന വർത്തമാനമല്ല, ഇത് എന്റെ മാത്രം വിഷയമല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിവാക്കാൻ ഉദ്ദേശിച്ച ഒരു സത്യം ഞാൻ വെളിപ്പെടുത്തുകയാണ്. നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കായ കൊല്ലങ്ങളായി കിതാബിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ, ഒരു കാലത്ത് ബഹുമാനപ്പെട്ട മുൻഗാമികളായ സ്വാലിഹ്യങ്ങളിൽ എല്ലാവരിലും കൃത്യമായി നിലനിന്നിരുന്ന കാര്യങ്ങൾ കൃത്യമായി നിലനിന്നിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയുള്ള മൗലിദ്, ഈ മൗലിദ് നൂറ്റാണ്ടിൽ وطفي بها حر الوباء العاطمة المصطفى والمرتضى وبناهما والفاطمة. ഇതൊക്കെ ഇവിടെ നൂറ്റാണ്ടുകളായി മോമിനീങ്ങൾ, സുന്നത്തിമായത്തിന്റെ മോമിനീങ്ങളായ മുശായിഖന്മാര് ചൊല്ലി വരുന്നതാണ്. അള്ളാഹുവിന്റെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക്. അപ്പൊ എന്ന നിലക്കാണ് ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത്. വേറെയും താരീഖ് ഇത് സംബന്ധമായി പറയുന്ന ഉദ്ധരണികൾ മാത്രം കാണിച്ച് അവിടെ നിന്ന് പോകാം. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിൽ പറയുന്നു, ഉലിദ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് മക്ക ഫി ബൈത്തില്ലാഹിൽ ഹറാം ഫി ജൗഫിൽ കഅബ. ബഹുമാനപ്പെട്ട മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മക്കയിൽ ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ബൈത്തുള്ളയിൽ, അല്ലാഹുവിന്റെ പരിശുദ്ധ കഅബ ആലയത്തിന്റെ ഉള്ളിൽ ഫി ജൗഫിൽ കഅബ, കഅബ ആലയത്തിന്റെ ഉള്ളിൽ പൂജാദിനായി.
ലൈലത്തുൽ ജുമുഅ ل13 ഖലത്ത് ലൈലത്തുൽ ഖലത്ത് മിൻ റജബ് സന 30 ആമിൻ ആമിൽ ഫീൽ. ആനക്കല വർഷത്തിന്റെ 30-ാം വർഷത്തിന്റെ റജബിൽ 13 വലം യൂലദ് ഖബ്ലഹു വലാ ബഅദഹു മൗലൂദുൻ ഫീ ബൈത്തിൽ ഹറല്ലാഹിൽ ഹറാമി സിവാഹു ഇക്റാമൻ ലഹു ബിദാലിക. ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദ്റക്കിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലം യൂലദ് ഖബ്ലഹു വലാ ബഅദഹു മൗലൂദുൻ. വലം യൂലദ് ഖബ്ലഹു അവർക്ക് മുമ്പ് പ്രസവിക്കപ്പെട്ടിട്ടില്ല, വലാ ബഅദഹു അവർക്ക് ശേഷം പ്രസവിക്കപ്പെട്ടിട്ടില്ല, മൗലൂദുൻ ഒരു കുഞ്ഞും, ഫീ ബൈത്തില്ലാഹിൽ ഹറാം ബഹുമാനപ്പെട്ട കഅബാലയത്തിന്റെ ഉള്ളിൽ, സിവാഹു അവരല്ലാതെ. അത് ഇക്റാമൻ ലഹു ബിദാലിക, അതുകൊണ്ട് അല്ലാഹു തആല പ്രത്യേകമായി അവരെ ആദരിച്ചതാണ്. ആരെ? സയ്യിദ്ന അലി. അല്ലാഹു തആല ആ ശറഫ് അല്ലാഹു തആല വർദ്ധിപ്പിക്കുകയും അതിൽ നിന്ന് നൂറാനിയത്ത് നമ്മളിൽ പ്രവേശിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇമാം ഹാക്കിം തങ്ങൾ ഇത് മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഹൈതമി തങ്ങൾ മജ്മഉ സവാഇദിൽ രേഖപ്പെടുത്തുന്നത് കാണൂ. ഉമ്മുഹു ഫാത്തിമ ബിൻത് അസദ് എന്നവരാണ് അവരുടെ ഉമ്മ. ആരുടെ ഉമ്മ? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ പേര് ഫാത്തിമ ബിൻത് അസദ് എന്നാണ്. വഹിയ അവ്വലു ഹാഷിമിയ്യത്തിൻ വലദത്തിൽ ഹാഷിമീൻ. ഹാഷിമി ഖബീലയിൽപ്പെട്ട അബൂ ത്വാലിബാണല്ലോ അവരെ കല്യാണം കഴിച്ചത്. ഫാത്തിമ ഹാഷിമിയും ഹാഷിമിയത്തും. ഒരു ഹാഷിമിക്ക് വേണ്ടി കുട്ടിയെ പ്രസവിക്കുന്ന ആദ്യത്തെ സംഭവം ഇതാണ്. അവർക്ക് പ്രസവ വേദന ഇളകിയപ്പോൾ അത് അബൂ ത്വാലിബിൻ അൽ കഅബ. ഒരു റിവായത്തിൽ കാണാം ഈ പ്രസവേദന ഇളകിയപ്പോൾ കഅബയിലേക്ക് കൊണ്ടുപോയ കൂട്ടത്തിൽ അന്ന് മുത്തുനബിയും ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് മുത്തുനബിക്ക് നുബുവത്ത് കിട്ടിയിട്ടില്ല, നുബുവത്തിന് മുമ്പാണ് അൽ കഅബ. അബൂ താലിബ് എന്നവര് അവരെ മജ്മഉ സവാഇദിൽ കാണാം. അബൂ താലിബ് എന്നവര് അവരെ പിടിച്ച് നേരെ എവിടെ കൊണ്ടുപോയി? ആ പ്രസവേദന ഇളകിയപ്പോൾ നേരെ കഅബാലയത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവർ അലി ബിൻ അബി ത്വാലിബിന് ജന്മം നൽകി. മദീന. അവർ പിന്നെ മുസ്ലിം ആയിട്ടുണ്ട്, ഹിജ്റ വന്നിട്ടുണ്ട്, മദീനയിലാണ് ഖബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മരിച്ച് അവരുടെ ജനാസയിൽ ഹാജരായിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖമീസിനെ ആ മഹദിക്ക് പുതപ്പിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹാ. എപ്പം മരിച്ചതിന്റെ ശേഷം മയ്യത്തിന് റസൂലുള്ളാഹിന്റെ ഖമീസ് എടുത്ത് പുതപ്പിച്ച്. അതായത് ഇവരാണ് ഇവിടെ ലോക ചരിത്രത്തിൽ ഒരു പെണ്ണാണ് ഇവിടെ പ്രസവിച്ചത് കഅബാലയത്തിൽ. ഈ പെണ്ണ് പിന്നെ വഫാത്തായിട്ട് പിന്നെ മുസ്ലിമായി, പിന്നെ ഹിജ്റ വന്ന് പിന്നെ വഫാത്തായപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് അവർക്ക് തന്റെ ഖമീസിനെ റസൂലുള്ളാഹ് പുതപ്പിച്ചു. പിന്നെയോ പിന്നെ ആ ഖബറിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരിഞ്ഞു കിടന്നു. ബർക്കത്തിന് വേണ്ടി ആദ്യം റസൂലുള്ളാഹ് അവിടെ കിടന്നു, എന്നിട്ട് എണീറ്റിട്ട് പിന്നെയാണ് മയ്യത്തിനെ കിടത്തിയത്. റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ ശരഫ് എവിടെ കിട്ടാൻ വേണ്ടി? ഖബറിൽ കിട്ടാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറവ് ചെയ്യുന്ന കാര്യം മൊത്തം നബിയാണ് ഏറ്റെടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖീല ലഹു, അപ്പോൾ നബിയോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, മുത്ത് നബിയേ, റഅയ്നാക സനഅത ശൈഅൻ ലം തകുൻ തസ്നഉഹു ബിഅഹദിൻ. റഅയ്നാക, അങ്ങേ ഞങ്ങൾ കണ്ടു, സനഅത അങ്ങ് ചെയ്തതായ ശൈഅൻ ഒരു കാര്യം, ലം തകുൻ തസ്നഉഹു ബിഅഹദിൻ, പണ്ട് ഒരാൾക്കും ചെയ്യാത്ത ചില കാര്യങ്ങൾ അങ്ങ് തന്നെ മയ്യത്തിന്റെ എല്ലാ കാര്യവും ഏറ്റെടുത്ത് അങ്ങ് ഖബറിൽ ഇറങ്ങി കടന്നു. അങ്ങാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്, മറമാടിയതടക്കം. നിങ്ങൾ വേറെ ഒരാൾക്ക് ചെയ്യാത്ത കാര്യം നിങ്ങൾ ഈ സ്ത്രീക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടു. എന്താണ് നബി ഇതിന്റെ കാര്യം? ഫഖാല റസൂലുള്ളാഹി, അപ്പോൾ ഹബീബ് പറഞ്ഞു, ഇന്നി അൽബസ്തു ഖമീസി ലിതുൽബസ മിൻ സിയാബിൽ ജന്ന. ഞാൻ എന്റെ ഖമീസ് അലി ബിൻ അബി ത്വാലിബിന്റെ ഉമ്മക്ക് ഞാൻ അത് പുതപ്പിക്കാൻ കാരണം ലിതുൽബസ മിൻ ഖമീസിൽ ജന്ന, സ്വർഗത്തിന്റെ ഖമീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരലോകത്ത് നൽകാനാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. വൽതജഅതു ഫീ ഖബരിഹാ, വല ഖബറിൽ ഞാൻ കിടന്നു കൊടുത്തത് ലിയുഖഫിഫ അൻഹാ മിൻ ലഗ്തത്തിൽ ഖബരി, ഖബർ മനുഷ്യനെ എടുക്കുന്നതാണ്. ആ ഖബറിന്റെ ഇടുക്കം അവർക്ക് എളുപ്പമായി ലഘൂകരിച്ച് കിട്ടാൻ വേണ്ടിയാണ്.
ഇന്നഹാ കാനത്ത് മിൻ ഖൽഖില്ലാഹി സ്വനാൻ ഇലയ്യ ബഅദ അബീ ത്വാലിബിൻ. അബൂ ത്വാലിബ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്ത മഹദി അവരാണ്. ആര്? ഈ മഹദിയാണ്. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. റസൂലുള്ളാഹി പൊട്ടി പൊട്ടി കരഞ്ഞതായ സംഭവങ്ങൾ കാണാം ഇവർ വഫാത്തായപ്പോ. മനസ്സിലായില്ലേ പറഞ്ഞത്? അതായത് ഈ മഹദിയാണ്. ലോക ചരിത്രത്തിൽ വേറെ ഒരു പെണ്ണ് കഅബാലയത്തിൽ പ്രസവിച്ചിട്ടില്ല. ഇവര് തന്നെ അലിയാരെ അല്ലാതെ പ്രസവിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പല ആളുകൾക്കും പലരെയും വിട്ടുകൊടുത്തപ്പോൾ അലിയാരെ ആർക്കും വിട്ടുകൊടുത്തില്ല. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹിജ്റ വന്നപ്പോ പറഞ്ഞേ, ഞാൻ നിന്നെ എങ്ങനെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കാവ? അന്ത മിന്നി വ അന മിൻക. നീ എന്നിൽ നിന്നും ഞാൻ നിന്നിൽ നിന്നുമല്ലേ, ഞാൻ എങ്ങനെ നിന്നെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്മാരുടെ ഷറഫ് അല്പം കൂടി കാണും. ലമ്മാ മാത്തത്ത് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ അലി ബിൻ അബി ത്വാലിബിന്റെ ഉമ്മയാണ്. ദഖല അലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ റസൂലുള്ളാഹി മയ്യത്തിന്റെ അടുത്തേക്ക് വന്നു. ഫജലസ ഇൻദ റസിയ. മയ്യത്തിന്റെ തലക്കും പുറത്ത് ഹബീബ നബി ഇരുന്നു. ഫഖാല, എന്നിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിനോട് സംസാരിച്ചു. റഹിമക്കല്ലാഹ്, റഹ്മക്കില്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ ഉമ്മ. യാ ഉമ്മി കുന്തി ഉമ്മി ബഅദ ഉമ്മി. മയ്യത്തിനോട് റസൂലുള്ളാഹി സംസാരിക്കാം. മയ്യത്തിന്റെ അടുത്ത റസൂലുള്ളാഹി വന്ന് കേറി വന്നു. മരിച്ചിട്ട് ആരടുത്തേക്ക്? പറ. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അന്നഹൻ തങ്ങളുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ ആ റൂമിലേക്ക് കേറി വന്ന് പുണ്യ റസൂൽ. എന്നിട്ട് മയ്യത്തിനോട് സംസാരിച്ചു. ഹബീബായ റസൂലുള്ളാഹി റഹിമക്കില്ലാഹ്, ഉമ്മ നിങ്ങൾക്ക് യാ ഉമ്മി കുന്ത ഉമ്മി ബഅദ ഉമ്മി കുന്തി ഉമ്മി ബഅദ ഉമ്മി. എന്റെ ഉമ്മക്ക് ശേഷം എന്റെ ഉമ്മ നിങ്ങളായിരുന്നു. തജൂഇന വതസ്ബഈന, നിങ്ങൾ വിശന്ന് നടക്കുന്ന നേരത്തും നിങ്ങൾ എന്റെ വയറ് നിറച്ചു തരുകയായിരുന്നു. റളിയല്ലാഹു അൻഹ പറയേ വതുഅദീന വതക്സുനി, നിങ്ങൾ ശരീരം മുഴുവൻ മറക്കാനില്ലാത്ത സമയത്തും നിങ്ങൾ എന്നെ അണിയിപ്പിക്കുകയായിരുന്നു. നല്ല ഭക്ഷണം നിങ്ങൾ നിങ്ങളെ തടിക്ക് വിലങ്ങുകയായിരുന്നു. നിങ്ങൾ എന്നെ ഭക്ഷിപ്പിക്കുകയുമായിരുന്നു. നിങ്ങൾക്ക് നല്ല ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് ആർക്ക് തരുന്നു? അള്ളാന്റെ ഉദ്ദേശിച്ചല്ലാതെ മഹദി അങ്ങനെ ചെയ്തിട്ടില്ല. അമറ, പിന്നെ റസൂൽ കൽപ്പിച്ചു അവരെ കുളിപ്പിക്കപ്പെടാൻ സലാസൻ 3 കർപ്പൂരമിട്ട വെള്ളം ചൊരിക്കാനായപ്പോൾ അവസാനത്തെ കർപ്പൂരമിട്ട വെള്ളം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക്, അതായത് കഅബാലയത്തിൽ പ്രസവിച്ച ഈ ഉമ്മാക്ക് ആരെന്നെയാണ് ഒഴിച്ചത്? മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഒഴിച്ചത്. സുമ്മ ഖലഅ ഖമീസഹു, പിന്നെ ഹബീബായ റസൂലുള്ളാഹി അവിടുത്തെ ഖമീസ് അഴിച്ചു. ഫഅൽബസഹ ഇയാഹു, അവർക്ക് ധരിപ്പിച്ചു കൊടുത്തു. വകുഫിനത്ത് ഫൗഖഹു, അവരെ കഫൻ ചെയ്യട്ടെ അതിന്റെ മുകളിലാണ്. അതായത് മയ്യത്തിന് എന്ത് ആദ്യം ഇട്ടു? റസൂലുള്ളാഹിയുടെ ഖമീസ് ആദ്യം ഇട്ട് കൊടുത്ത റസൂലുള്ളാഹിയുടെ ഖമീസ്. വകുഫിനത്ത് ഫൗഖഹു, ആ ഖമീസിന്റെ മേലെയാണ് എന്ത് ചെയ്തത്? കഫൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിളിച്ചു ഉസാമ ബിൻത് സൈദിനെയും അബൂ അയ്യാബുൽ അൻസാരിയെയും ഉമർ ബിൻ ഖത്താബിനെയും ഒരു ഗുലാമുൻ അസ്വദിനെയും ഒരു ചെറിയ ബാല്യക്കാരനെ, ഇങ്ങനെ 4 ആളെ റസൂലുള്ളാഹി വിളിച്ചു. ഫഹഫറു ഖബ്റഹ, ഖബർ വെട്ടിണ്ടാക്കിയത് ഇവര് 4 ആളാണ്. ഒന്ന് ഉസാമ ബിൻത് സൈദ് റളിയല്ലാഹു അൻഹു, പിന്നെ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ, സയ്യിദുൽ അൻസാറായ ഉമർ ബിൻ ഖത്താബ്, പിന്നെ ഗുലാമുൻ. എത്തിയപ്പോൾ മേക്കുഴി ഇവരെന്നെ കുഴിച്ചു. കീക്കുഴി എത്തിയപ്പോൾ കൈക്കോട്ട് റസൂലുള്ളാഹി സ്വന്തം വാങ്ങി. പിന്നെ ഹബീബായ റസൂലുള്ളാഹി കീക്കുഴി കുഴിച്ചത് ഹബീബായ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ നിന്ന് മണ്ണ് പുറത്തിട്ടത് അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട കൈ കൊണ്ടാണ് എന്ന്. പിന്നെ കൈക്കണ്ടിലേക്ക് റസൂലുള്ളാഹി പ്രവേശിച്ചു. റസൂലുള്ളാഹി അവിടെ കിടന്നു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ റസൂലുള്ളാഹി ദുആ ചെയ്തു, യാ അല്ലാഹ്
الذي يحيي ويميت وهو حي لا يموت يغفر لأمي فاطمة بنت أسد എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണമേ അല്ലാഹ് അവർക്ക് നീ പ്രത്യേകമായ അവരുടെ ലക്ഷ്യങ്ങളെ അവർക്ക് നീ കൊടുക്കണമേ. ഈ ഖബർ അവരുടെ മേൽ നീ പ്രവിശാലമാക്കണമേ. ബിഹഖ് നബിയിക മുഹമ്മദിൻ والأنبياء الذين قبلي فإنك أرحم الراحمين وكبر عليها أربعة എന്നിട്ട് തക്ബീർ ചൊല്ലി നാല് തക്ബീർ ചൊല്ലി നിസ്കരിച്ചു. എന്നിട്ട് അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഖബറിൽ വെച്ചത്. നബിയും വൽ അബ്ബാസു അബ്ബാസ് തങ്ങൾ അബൂബക്കർ മൂന്നാളാണ് അവരെ ഖബറിൽ മറവ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞപ്പോ അതായത് ഇങ്ങനെ റസൂലുള്ളാഹി ഏറ്റെടുത്ത ഒരു വനിത വേറെ ഇല്ല, അങ്ങനെ റസൂലുള്ളാഹി ഏറ്റെടുത്ത വേറൊരു മഹദി ഇല്ല. ഇവരാണ് ഇവിടെ പ്രസവിച്ചത് കഅബാലയത്തിന്റെ ഉള്ളിൽ. അതും ആരെ മാത്രം? സയ്യിദുന അലി. ഉറക്കെ പറ സയ്യിദുന അലി, പറയാ സയ്യിദുന അലി, സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ഇതിന്റെയൊക്കെ സിർ അല്ലാഹുവിന് അറിയാം. ഏതായാലും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചരിത്രം വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. ഇത് ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിറിന്റെ താരീഖിലുണ്ട്. അതിന് പുറമെ ഫളായിലുണ്ട്. അലി റളിയല്ലാഹുവിന്റെ ഫളായിൽ പറഞ്ഞ ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലി ബിൻ അബി ത്വാലിബിന്റെ അതിലുണ്ട്. ബഹുമാനപ്പെട്ട ഹാക്കിം മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകത നൽകിയ ആളുകളാണ് അവരുടെ ബാപ്പയാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ആ ശുദ്ധീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും അതിന്റെ മാഹൗലിൽ ഖിയാമത്ത് നാൾ വരെ ഈ ശുദ്ധീകരണം നിലനിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ബഹുമാനപ്പെട്ട സൂറത്തുൽ അഹ്സാബിലേക്ക് പോകാം. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈതി വയുതഹിറകും തത്ഹീറാ. ബഹുമാനപ്പെട്ട സൂറത്തുൽ അഹ്സാബ് എന്താ അല്ലാഹു തആല പറയുന്നത്? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ, വൃത്തികേടിനെ നീക്കിക്കളയാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. അൻകും നിങ്ങളെ തൊട്ട്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ, നിങ്ങളെ തൊട്ടാൽ റിജ്സ അശണ്ടകളെ വൃത്തികേടുകളെ, വയുതഹിറകും തത്ഹീറാ, സമ്പൂർണമായി അഹ്ലുൽ ബൈത്തെ നിങ്ങളെ ശുദ്ധീകരിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്താണ് അത്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈതി വയുതഹിറകും തത്ഹീറാ. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഫാ ആണ് ഈ കിതാബ്. സുന്നത്ത് ജമാഅത്തിന്റെ അഇമ്മത്തിൽ കുബാരിയങ്ങളിൽപ്പെട്ട മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ കൊടുത്തിട്ട് അതിനവർ വിശദീകരിക്കുന്നിടത്ത് ചില വ്യാഖ്യാനങ്ങളും ഹദീസുകളും പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു, ഞാൻ അതിൽ ചില ഭാഗങ്ങൾ വായിക്കാം. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങൾക്കിടയിൽ മുസല്ലമായ ഇമാമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനപ്പെട്ട ശിഫാ എന്ന കിതാബാണ് ഈ കിതാബ്. നോക്കൂ, നിങ്ങൾ ഇവിടെ പറയുന്നു ഈ ആയത്ത് കൊടുക്കുന്നുണ്ട്. ഈ ആയത്ത് കൊടുത്തിട്ട് ഖാല തആല ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈതി വയുതഹിറകും തത്ഹീറാ എന്ന് ഖുൽനാ ലിസൈദിൻ മൻ അഹ്ലു ബൈതി, അല്ലാഹുവിന്റെ ഹബീബിന്റെ അഹ്ലു ബൈത്ത് ആരാണെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ആലു അലിയും വാലു ജാഫരിൻ വാലു അഖീലിൻ വാലു അബ്ബാസ് എന്നാണ് ഞങ്ങൾക്ക് ഹബീബാ നബി പറഞ്ഞത്. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറഞ്ഞു, ഇന്നി താരിഖു. ഈ ആയത്താണ്. ഏതായത്? ബഹുമാനപ്പെട്ട അവരെ പരമ്പരയെ അല്ലാഹു തആല അലിയാരെ മക്കളെ അല്ലാഹു തആല ശുദ്ധീകരിച്ചു. അവരെ മഹൗലിൽ ബഹുമാനപ്പെട്ട ബനു അബ്ബാസ്, ബനു അഖീൽ, ബനു ജാഫർ ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. അതിൽ റസൂൽ പ്രത്യേകം ആദരിച്ചതാണ് ആരെ? ബനു അലിയെ, അബ്നാഉ അലി. കാരണം അവർ റസൂൽ പ്രത്യേകമായി ആദരിച്ച അനവധി ഹദീസുകൾ ഈ കത്തിൽ കാണാം.
മനസ്സിലായോ പറഞ്ഞത്? ബാക്കിയൊക്കെ അഹ്ലുൽ ബൈത്ത് തന്നെ. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ആര്? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അവരെ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ശുദ്ധീകരിക്കുന്നുണ്ട്. അവരെ ശുദ്ധീകരിക്കുന്നുണ്ട്. അവൻ നമുക്ക് ശുദ്ധി വേണമെങ്കിൽ അവരെ കോന്തൽമ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതല്ലാത്ത ഒരു ലക്ഷ്യം റഹ്മത്തുള്ളാഹിക്ക് ഈ പ്രഭാഷണത്തില്ല. അതിൽ നിങ്ങൾ എത്ര ആര് ഒരഞ്ഞു തുള്ളിയാലും നിങ്ങൾ തകരാന്നല്ലാതെ എനിക്കൊന്നും പറ്റൂല. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇൻഷാ അല്ലാഹ് ഇത് ഞാൻ കാണിച്ചു തരും. എത്ര ആൾ ഉറഞ്ഞു തുള്ളിയാലും നിങ്ങൾക്കേ പറ്റുള്ളൂ, എനിക്കൊന്നും പറ്റൂല. എന്നിട്ട് നിങ്ങൾ സത്യപതിയിലൊക്കെ അയ്യാം ഇൻഷാ അല്ലാഹ് ഒന്നും പറ്റൂല. പക്ഷെ എനിക്കെതിരെ തുള്ളാനുള്ള കളികൾ നടക്കുന്നുണ്ട്, ഒന്നും സംഭവിക്കൂല. ഞാനിത് എനിക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് ഒരു ലക്ഷ്യമില്ല. എനിക്ക് അവരെ കോന്തലമ തൂങ്ങൽ മാത്രമേ ലക്ഷ്യമുള്ളൂ. എന്തുകൊണ്ട്? നമ്മളെന്നും അള്ളാഹ് ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ തൊട്ട് നീക്കിക്കളയ വൃത്തികേടിനെ, വയുതഹിറക്കും നിങ്ങളെ ശുദ്ധീകരിക്കാം. തത്ഹീറൻ സമ്പൂർണ്ണ ശുദ്ധീകരണം. ആരെ? അഹ്ലുൽ ബൈത്തിനെ. അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ആരാന്ന് പറയണ്ടല്ലോ, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല പുതപ്പിട്ട് മൂടിയിട്ട് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാണ് എൻ്റെ അഹ്ലുൽ ബൈത്തിലെ പ്രധാനപ്പെട്ട കൂട്ടർ. മിൻ അഹ്ലുൽ ബൈത്തി, ഇതിന്റെ പ്രധാനപ്പെട്ട അഹ്ലുൽ ബൈത്തിന്റെ കൂട്ടരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ ഹദീസ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? ചിന്തിക്ക്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും الرجس അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. ആര് തുള്ളിയാലും ഞാൻ അവരെ ചെറുതാക്കും ഇൻഷാ അല്ലാഹ്. ആര് തുള്ളിയാലും ഞാൻ അവരെ ചെറുതാക്കും. ആരും തുള്ളണ്ട. പക്ഷേ തൽക്കാലം ഞാൻ തുള്ളാൻ വിടുകയാണ്. കുറച്ചുകൂടി തുള്ളട്ടെ. ഞാൻ അവരെ ഈ വിഷയത്തിൽ ആര് തുള്ളിയാലും ഞാൻ അവരെ ചെറുതാക്കും ഇൻഷാ അല്ലാഹ്. ഇത് ഹക്കാണ്. ഇതിൽ യാതൊരു സംശയം വേണ്ട. ഈ ആയത്ത് വിശദീകരിക്കുകയാണ്. അവിടെ താഴെ അതിന്റെ വിശദീകരണത്തിൽ അനവധി ഹദീത്തുകളും ആധാറുകളും കൊണ്ടുവരികയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖാളി ഇയാദ് റളിയല്ലാഹു അൻഹു. കുബാരിയങ്ങളായ സുന്നത്തിമായത്തിന്റെ ഇമാമിങ്ങളിൽ വലിയ പ്രധാനിയാണ് സയ്യിദുനാ ഖാളി ഇയാദ് റളിയല്ലാഹു. അവരുടെ അശ്ശിഫ എന്ന കിതാബാണ്. ഈ അശ്ശിഫാന്റെ പേര് തന്നെ അശ്ശിഫാ ബിഹുഖൂഖി ബിമഅരിഫത്തി ഹുഖൂഖി നബിയിൽ മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളെ മനസ്സിലാക്കൽ കൊണ്ട് ശിഫ വരുത്തുക. ഈ കിതാബിന്റെ പേര് തന്നെ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളെ, ആ ബാധ്യതകളെ മനസ്സിലാക്കൽ കൊണ്ട് ബിമഅരിഫത്തി ഹുഖൂഖി നബിയിൽ മുസ്തഫ. നബിയോടുള്ള നമ്മുടെ ബാധ്യതകളെ മനസ്സിലാക്കൽ കൊണ്ട് നമ്മൾ ശിഫ വരുത്തുക. റൂഹൻ വ ജസദൻ. ഉള്ളിലും പുറത്ത് നമുക്ക് ശിഫ വരുത്തണമെങ്കിൽ നബിയോടുള്ള ബാധ്യതകളെ നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഏത് ശിഫായും ജിസ്മാനിയ റൂഹാനിയ, തടിയിലെ രോഗം മാറാൻ അൽഹംദുലില്ലാഹ് ഇത് നബിയെ തിരിയാനുള്ള ഒരു വഴിയാണ്. അലിയാരെ ആരെ തിരിയലിന്റെ ഭാഗമാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. കാരണം അവിടുത്തെ പരമ്പരയുടെ പ്രധാനപ്പെട്ടത് അവിടെയല്ലേ അള്ളാഹുന്റെ ഹബീബ് നിക്ഷേപിച്ച്, അള്ളാഹ് നിക്ഷേപിച്ച്. അങ്ങനെയല്ലേ മുത്തനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ കിതാബിന്റെ പേര് തന്നെ അശ്ശിഫാഉ ബിതഅരീഫി ഹുഖൂഖിൻ നബിയിൽ മുസ്തഫ. മുസ്തഫ നബിയോടുള്ള ബാധ്യതകളെ മനസ്സിലാക്കൽ കൊണ്ട് ശിഫ വരുത്തുക. റൂഹൻ വ ജസദൻ, ശരീരത്തിനും ആത്മാവിനും ശിഫ വരുത്തുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ട് പറയാ എന്താണ് ബഹുമാനപ്പെട്ട ഒരു വിശദീകരിക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി പറയാ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി പറഞ്ഞു, ഇന്നി താരിക്കും ഫീക്കും സഖലൈൻ, നിങ്ങളിൽ ഞാൻ ഉപേക്ഷിക്കുന്നുണ്ട്. ഒന്നിനെ അത് പിടിച്ചാ നിങ്ങൾ ഒരിക്കലും പഴക്കുകയില്ല. കിതാബുല്ലാഹ്, ഒന്ന് കിതാബാണ്. വഅ്തിറതി അഹ്ല ബൈതി, പിന്നെ വന്ന് എന്റെ കുടുംബവുമാണ്. ഫൻളുറു കൈഫ തഖ്ലുഫൂനി ഫിയാ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി പറയാണ്, മഅരിഫത്തു ആലി മുഹമ്മദിൻ ബറാഅത്തും മിനന്നാർ. ആലി മുഹമ്മദിനെ മനസ്സിലാക്കൽ നരകത്തിൽ നിന്നുള്ള മോചനമാണ്. കാരണം അല്ലാഹു അവരെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അവരെ മനസ്സിലാക്കൽ എന്ന നരകത്തിൽ നിന്ന് മോചനമാണെന്ന് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഖാളി ഇയാദ് ശിഫായിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ കിതാബ് റളിയല്ലാഹു അൻഹു. മനസ്സിലാവണില്ലേ പറഞ്ഞത്? നിങ്ങൾ മഅരിഫത്തു ആലി മുഹമ്മദിൻ, ആലി മുഹമ്മദിനെ മനസ്സിലാക്കൽ ബറാഅത്തും മിനന്നാരി, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അല്ലാഹു തആല എനിക്കും എൻ്റെ കുട്ടികൾക്കും ഇത് നരകത്തിന് മോചനമാക്കി തരട്ടെ. നമ്മളിവിടെ ഈ വരുന്നത് നരകത്തിന് അല്ലാഹു നമുക്ക് മോചനമാക്കി തരട്ടെ. നരകത്തിന് മോചനമാക്കട്ടെ. അവരെ മനസ്സിലാക്കൽ നരകത്തിൽ നിന്നുള്ള മോചനമാണ്. കേട്ടോ, മഅരിഫത്തു ഹദീസ് കൂടി കേട്ടി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഅരിഫത്തു ആലി മുഹമ്മദിൻ
നബി കുടുംബത്തെ മനസ്സിലാക്കൽ ബറാഅത്തു മിനന്നാരി, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. വഹുബ്ബു ആലി മുഹമ്മദിൻ ജവാസുൻ അല സിറാത്തി, വഹുബ്ബു ആലി മുഹമ്മദിൻ, മുത്തുനബിയുടെ കുടുംബത്തെ സ്നേഹിക്കൽ ജവാസുൻ അല സിറാത്തി, സിറാത്തിന്റെ മേൽ വിട്ടുകിടക്കാൻ ഉപകരിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരെ സ്നേഹിച്ചാൽ സിറാത്ത് പാലത്തിൽ വിട്ടുകിടക്കാൻ കഴിയും എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ ഖാലിയാൽ തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൽ വിലായത്തു ലിആലി മുഹമ്മദിൻ, ആലി മുഹമ്മദിന്റെ കീഴിൽ നിൽക്കുക, അവർക്ക് അധികാരം അവരെ കയ്യിൽ ഏൽപ്പിക്കുക, അഥവാ അവരെ സഹായിക്കുക, അവരെ പിന്താങ്ങുക, അവരെ സഹായിക്കുക എന്നത് അമാനും മിനൽ അദാബി, ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ്. കാര്യം അവരെ ഏൽപ്പിക്കുക, അത് ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ്. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. ഖാല ബഅദുൽ ഉലമാ, ചില ആലിമീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖാലിയാൽ തങ്ങൾ പറയാം, മഅരിഫത്തുഹും, അവരെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മഅരിഫത്തു മക്കാനിഹിം മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടെ സ്ഥാനത്തെ മനസ്സിലാക്കലാണ്. ഇത് അറഫഹും ബിദാലിക അറഫ വുജൂബ ഹഖ്ഹിം വഹുർമതിഹിം ബിസബബി ഹുർമതഹും ബിസബബി, അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നബിയുടെ കാരണമായിട്ട് അവരോട് വീട്ടേണ്ട ബാധ്യതകളും അവരെ മഹത്വവും നമുക്ക് മനസ്സിലാക്കും. അതിനെല്ലാം മധ്യവർത്തിയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻ ഉമറ ഇബ്നു അബീ സലമ ലമ്മാ നസലത്ത് ഇന്നമാ യുരീദുല്ലാഹ്, ഈ 33ാമത്തെ അഹ്സാബിലെ ഏതായത്തെ നമ്മൾ വിശദീകരിക്കണേ? 33. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്വഹീറാ. പാണക്കാട്ടെ കോലായിൽ ഈ ആയത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മനസ്സിലാവേണ്ട പറഞ്ഞ ഈ പാണക്കാട്ടെ കോല വലിയങ്ങൾ വാപ്പ ഇരിക്കുന്ന നേരെ മുന്നിൽ ഈ ആയത്ത് രേഖപ്പെടുത്തി വെച്ചിരുന്നു. മരണം വരെ ഇന്ന് പാണക്കാട്ടെ പരയിലെ അകത്ത് പാണക്കാട്ടെ പാപ്പ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മരണം വരെ നേരെ മുന്നിലുണ്ടായി. ഞാൻ കയറി നമ്മൾ ചെല്ലിനോടത്തുണ്ടായിരുന്നു ഈ ആയത്ത്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്വഹീറാ. പാണക്കാട്ടെ കോലായ്മൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു അലിയൻ വഹസനൻ വഹുസൈനൻ വഫാത്തിമ, ഇവരെല്ലാം അൻ സഅദ് ഇബ്നു അബീ വഖാസ് ലമ്മാ നസലത്ത് ആയത്തുൽ മുബാഹലാത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലിയാനെ വിളിച്ചു, ഹസനെയും ഹുസൈനെയും ഫാത്തിമ ബീവിയെയും വിളിച്ചു റളിയല്ലാഹു അൻഹും. വഖാല, എന്നിട്ട് ഹബീബായ റസൂൽ പറഞ്ഞു, ഹൗലാഇ അഹ്ലി, റബ്ബേ ഇത് എന്റെ കുടുംബമാണ്, റബ്ബേ ഇത് എന്റെ കുടുംബമാണ്. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കുന്തു മൗലാ ഫഅലിയുൻ മൗലാ, ഞാൻ ആർക്കൊക്കെ നേതാവാണോ അവർക്കെല്ലാം അലിയും നേതാവാണ്. ഈ ആയത്തോതി മുത്തുനബി പറയാണ്, എന്ത്, ഞാൻ ആർക്കെല്ലാം നേതാവാണോ അവർക്കെല്ലാം അലിയും നേതാവാണ്. റളിയല്ലാഹു അൻഹു. മൻ കുന്തു മൗലാ ഫഅലിയുൻ മൗലാ, ഞാൻ ആർക്കെല്ലാം നേതാവാണെങ്കിൽ അലിയും അവർക്ക് നേതാവായിരിക്കും. അല്ലാഹുമ്മ വഅലിമൻ ബലാ വഅദിമൻ ആദാ, അവരെ സഹായിച്ചവരെ നീ സഹായിക്കണമേ, അവരെ ശത്രുത വെച്ചവരോട് നീ ശത്രുത വെക്കണമേ. അല്ലാഹുമ്മ വഅലിമൻ ബലാ വഅദിമൻ ആദാ, അല്ലാഹുവേ അവരെ സഹായിച്ചവരെ നീ സഹായിക്കണമേ, അവരോട് ശത്രുത വെച്ചവരെ എന്നോട് നീ ശത്രുത വെക്കണമേ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. വഖാല ഫീഹി, പിന്നെയും അലിയാരോട് പറഞ്ഞു, അലിയെ ലാ യുഹിബ്ബുക ഇല്ലാ മുഅ്മിനുൻ, മുഅ്മിനായ മനുഷ്യനല്ലാതെ നിന്നെ പ്രേമിക്കാൻ കഴിയുകയില്ല. വലാ യുബ്ഗിദുക ഇല്ലാ മുനാഫിഖുൻ, മുനാഫിഖനല്ലാതെ നിന്നോട് ദേഷ്യം വെക്കാൻ കഴിയുകയില്ല എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹൗലായി അഹ്ലി ബൈത്തി, പടച്ചോനെ എന്റെ അഹ്ലി ബൈത്ത് ഫസ്ത്റുഹും മിനന്നാർ, അല്ലാഹു നരകത്തിൽ നിന്ന് അവരെ മറക്കണമേ. കമാ സത്രിയാവും, ഞാൻ അവരെ എന്റെ ഈ പുതപ്പ് കൊണ്ട് മറച്ചതുപോലെ നീ അവരെ നരകത്തെ തൊട്ട്
മറക്കണമേ. അപ്പോൾ ബാദിലിന്റെ ഉമ്മരപ്പടി ആമീൻ പറഞ്ഞു. വഹീത്താനുൽ ബൈത്തി ചുമര് ആമീൻ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ഖാലി ഇയാദ് തങ്ങളുടെ ഷിഫ ആണ്. ഷിഫയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ല? മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ ദ്വാരുന്നു, പടച്ചോനെ ഈ ഞാൻ ഇവരെ മറച്ചതുപോലെ നീ ഇവരെ നരകത്തെ തൊട്ട് മറക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ബാദിലിന്റെ മറുപടി ആമീൻ പറഞ്ഞു. വഹീത്താനുൽ ബൈത്തി വീട്ടിന്റെ ചുമരുകളൊക്കെ ആമീൻ ആമീൻ എന്ന് പറഞ്ഞു. വേറെ സ്ഥലത്ത് തിരിവായിട്ട് കാണാം. അതിന്റെ വിശദീകരണമാണ് ഈ പറയുന്നത്. ബഹുമാനപ്പെട്ട ഖാലി ഇയാദ് റളിയല്ലാഹു അൻഹു പറയാണ് എന്ന് എല്ലാം ആമീൻ പറഞ്ഞു. വഹവായിത്തുൽ ബൈത്തി ആമീൻ 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 എന്ന് പറഞ്ഞു. فالنبي صلى الله عليه وسلم بيد أسامة بن زيد والحسن أسامة بن زيد رسول الله പിടിച്ചു. ويقول اللهم إني أحبهما فأحبهما. അല്ലാഹുവേ ഇവരെ നീ സ്നേഹിക്ക്, ഞാൻ സ്നേഹിക്കുന്നു, നീയും സ്നേഹിക്കുക എന്ന് പറഞ്ഞു. വഖാല അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി. അഹ്ലി ബൈത്തിൽ നിങ്ങൾ മുഹമ്മദ് നബിയെ പ്രതീക്ഷിക്കുക. അതായത് അഹ്ലി ബൈത്ത് കയറി വന്നാൽ നിങ്ങൾ ആരെ കണക്കാക്കണം? മുത്തനബിയാണ് കയറി വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ അവരിൽ ആരെയാണ് കാണേണ്ടത്? അള്ളാഹുവിന്റെ ഹബീബിനെ നിങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങൾ നബിയെ നിരീക്ഷിക്കുക. എവിടെ? അഹ്ലി ബൈത്തിൽ നബിയെ നിരീക്ഷിക്കുക. അള്ളാഹു അവരെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. ഒരു ബൈത്തുണ്ടല്ലോ, അഖൂ ഖാതമിർ റസൂലിൽ കിറാമി മുഹമ്മദുൻ റസൂലു ഇലാഹിൽ ആലമീന മുതഖറു ലിൽ കിറാമി മുഹമ്മദു റസൂലു ഇലാഹിൽ ആലമീന മുതഖറു. ആരെപ്പറ്റി? അലിയാരെപ്പറ്റി. അഖൂ ഖാതമിർ റസൂലിൽ കിറാമി മുഹമ്മദുൻ, മുർസലീങ്ങളിൽ ഏറ്റവും ബഹുമാനിയായ മുസ്തഫ നബിയുടെ സഹോദരനാണ് ഇത്. ആര്? സയ്യിദ്നാ അലി. ആരാണ് ഈ റസൂല്? ഏത് റസൂലിന്റെ സഹോദരൻ? റസൂലു ഇലാഹിൽ ആലമീൻ, സർവലോകത്തിന്റെയും നായകനായ അള്ളാഹു അയച്ച മുത്ത് റസൂലിന്റെ സഹോദരനാണിത്. മുതഹറു ശുദ്ധീകരിക്കപ്പെട്ട ആളുമാണ്. ശുദ്ധീകരിക്കപ്പെട്ട ആളുമാ. അലിയുൻ നജിയുൽ മുസ്തഫ വവസീറുഹു. അലിയുൻ നജിയുൽ മുസ്തഫ വവസീറുഹു വസൈറുസ് ഉല്ലിൽ ബഹാലിൽ ഹൈദറു. പിന്നെ ഇതാരാണ്? ഇതിന് അലിയുൻ നജിയുൽ മുസ്തഫ, ഹബീബ റസൂലുള്ളാഹിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി ദേഷ്യപ്പെട്ടാൽ ലൻ യജ്തരി അഹദുൻ അൻ യുകല്ലിമുഹു ഇല്ലാ അലി. റസൂലുള്ളാഹി ദേഷ്യപ്പെട്ടാൽ ഒരാൾക്ക് അടുത്ത് വെച്ച് സംസാരിക്കാൻ ധൈര്യം ഉണ്ടാവില്ല. ഇല്ല അലി. അലി മാത്രമേ സംസാരിക്കൂ. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. ഇദാ ഖദിബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി എങ്ങാനും ദേഷ്യപ്പെട്ടാൽ ലൻ യജ്തരി അഹദുൻ അൻ യുകല്ലിമുഹു അൻ യതകല്ലമഹു, ആർക്കെങ്കിലും നബിയോട് വർത്താനം പറയാൻ പേടിയാണ്. മിണ്ടൂരവന്. ലൻ യജ്തരി അഹദുൻ, ഒരാളും ധൈര്യപ്പെട്ടിട്ടില്ല അൻ യതകല്ലമഹു, നബിയോട് സംസാരിക്കാൻ. ഇല്ല അലി. അലിയാരല്ലാതെ. അവസാന ദിവസവും അവസാന സമയത്തും റസൂലുള്ളാഹി രഹസ്യം പറഞ്ഞിട്ടുണ്ട്. ആരോട്? അലിയോട്. നജി, റസൂലുള്ളാഹിന്റെ രഹസ്യ സംഭാഷകൻ. റസൂലുള്ളാഹി രഹസ്യം പറയില്ല ആരോടാ? സയ്യിദ്നാ അലി. ഖാതമിർ റസൂലിൽ കിറാമി മുഹമ്മദു റസൂലു ഇലാഹിൽ ആലമീന മുതഖറു അലിയുൻ നജിയുൽ മുസ്തഫ വവസീറുഹു. അലിയുൻ നജിയുൽ മുസ്തഫ വവസീറുഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മന്ത്രിയാണ്. വവസീറുഹു, റസൂലുള്ളാഹിന്റെ മന്ത്രിയാണ്. ആര്? സയ്യിദ്നാ അലി റളിയല്ലാഹു. മുതഖറുൻ, ശുദ്ധീകരിക്കപ്പെട്ട ആളാ. ഇവിടെ പറഞ്ഞല്ലോ, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. ഇതുമായി ബന്ധപ്പെട്ട ദുആ ചെയ്തപ്പോൾ പാതിലിന്റെ ഉമ്മരപ്പടി അടക്കം ആമീൻ പറഞ്ഞു. ഖാല അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു റളിയല്ലാഹു അൻഹു, അഹബ്ബു ഇലയ്യ ലഖറാബത്തു റസൂലില്ലാഹ് അഹബ്ബു ഇലയ്യ അൻഅസില മിൻ ഖറാബതി. എന്റെ കുടുംബത്തെ ചേർക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം റസൂലുള്ളാഹിന്റെ കുടുംബം ചേർക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കലാണ് എന്റെ കുടുംബത്തെ ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം അഹ്ലു ബൈത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കലാണ്.
എന്റെ കുടുംബത്തിന് ഉപകാരം ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം അഹ്ലു ബൈത്തിനെ. പാറകുട്ടി, എന്റെ കുടുംബത്തിന് ഉപകാരം ചെയ്യുന്നതിനേക്കാൾ എന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം റസൂൽ ആര് പറഞ്ഞു? ഈ ഉമ്മത്തിന്റെ സയ്യിദുൽ മുഅ്മിനീനായ സയ്യിദുന സിദ്ദീഖുൽ അക്ബർ. ഉറക്കപ്പാറ ആര് പറഞ്ഞു? സയ്യിദുന സിദ്ദീഖുൽ അക്ബർ. എന്തുകൊണ്ട്? കാന അഹബ്ബ ഇലാ റസൂലില്ലാ. അത് റസൂലുള്ളാഹിക്ക്, ആ കുടുംബം റസൂലുള്ളാഹിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ ഹസനൻ അഹബ്ബഹുല്ലാഹ്, അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹസനൻ. ഹസനെ സ്നേഹിച്ചാൽ അല്ലാഹുവിനെ സ്നേഹിക്കും. വമൻ അഹബ്ബനി വഅഹബ്ബ ഹദൈനി, എന്നെയും ഈ രണ്ട് കുട്ടികളെ ഒരാൾ സ്നേഹിച്ചാൽ, വാബാഹുമാ വഉമ്മഹുമാ, അലിയാരെയും ഫാത്തിമയെയും ഇഷ്ടപ്പെട്ടാൽ, കാന മഈ ഫീ ദറജത്തി യൗമിൽ ഖിയാമ, അവർ എന്റെ ദറജയിലായിരിക്കും യൗമുൽ ഖിയാമ. ഞാൻ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്, അവർ ദറജയിലാകുന്ന റസൂലുള്ളാഹിന്റെ ഇരിപ്പിടത്തിലിരിക്കാനല്ല, റസൂലുള്ളാഹിനെ കാണുന്ന പരിധിയിൽ എപ്പോഴും അവർ ഉണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഖദ്ദിമൂ ഖുറൈശ, ഈ കുടുംബത്തെ നിങ്ങൾ മുന്തിക്കണം. വലാ തഖദ്ദമുഹാ, അവരെ മുന്നിൽ നിങ്ങൾ കടക്കാൻ നോക്കരുത്, നിങ്ങൾ വരെ മുന്തിക്കണം. ഖളിയാൾ തങ്ങൾ പറയാ, നിങ്ങൾ ഏത് വിഷയത്തിലും ഏത് വിഷയത്തിലും അവരെ മുന്തിക്കണം, അവരെ മുന്നിൽ നിങ്ങൾ കിടക്കാൻ നോക്കരുത് എന്ന്. ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിൽ കിടക്കാൻ നോക്കരുത് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാന്റെ ഹബീബിനെ മറികടക്കരുത് എന്നാണ് ഇതിന്റെ ഒരു താല്പര്യം. അതിൽ ഇന്ന് അതിന്റെ ബാക്കിയാണ് മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തി. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഹുജറാത്തിലെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ചില മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങളായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഏതോ ആളല്ല, ഏതോ ആരോ അല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങൾ പറയുന്നുണ്ട്. എന്ത്? ഒരു മാഇദയിൽ, ഒരു സുപ്രയിൽ അഹ്ലു ബൈത്ത് ഉണ്ടെങ്കിൽ അവർ കൈവക്കാതെ മറ്റുള്ളവർ ഭക്ഷണത്തിൽ കൈവക്കാൻ പാടില്ല. അത് അപകടമാണ്, ബർക്കത്തെടുത്തു പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒരു മനസ്സിലാവുണ്ട് പറഞ്ഞത്, ഒരു ഭക്ഷണത്തലികയിൽ ആരിയ്ക്കുന്നുണ്ട്? അഹ്ലു ബൈത്ത് ഉണ്ടെങ്കിൽ ആദ്യം കൈവക്കേണ്ടത് ആരാണ്? അഹ്ലു ബൈത്താണ്. അല്ലാതെ നമ്മളവിടെ കൈവക്കാൻ പാടില്ല. എന്റെ ബർക്കത്തെടുത്തു പോകും, നമുക്ക് ബർക്കത്ത് നീക്കപ്പെടും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ അസ്സവാഇഖുൽ മുഹരിഖയാണ്. മഹാനായ ഇബ്നു ഹജർ തങ്ങളുടെ അസ്സവാഇഖുൽ മുഹരിഖയാണ്. അങ്ങനെ ഒരു ആൺകുട്ടി പിന്നെ ലോകത്തുണ്ടായതായി എന്റെ അറിവിലില്ല. അതാണ് ഇബ്നു ഹജർ തങ്ങൾ. ഈ ആയത്ത് സംബന്ധമായി ഇബ്നു ഹജർ തങ്ങൾ എന്താ പറയുന്നത് വിശദീകരിക്കുന്ന ഹദീസുകൾ നമുക്കൊന്ന് കാണാം. സല്ലല്ലാഹു സലാമുല്ലാഹി അലാ ത്വാഹ റസൂലില്ലാഹ്. അത് അഹങ്കാരല്ല, മുത്ത് വെക്കണോന് പറയാലോ നമ്മളെ മുതൽ നല്ലതാണ്. വീട്ടിൽ വെക്കുന്നവനും മുത്ത് വെക്കുന്നവനും ഒരുപോലെ അല്ലല്ലോ, സാധനം രണ്ടും കല്ലാണ്. വെട്ടുകല്ല് വെക്കുന്നവനും മുത്ത് വെക്കുന്നവനും മുത്ത് വെക്കുന്നവനും പറയാ ഇതാണ് മുതല്. ഇതിൽ ആരെ കളിക്കാൻ നോക്കിയാലും അവരെ ഞാൻ ഇരുത്തും. വലോക്കാന ആരൻ, എന്റെ റബ്ബിന്റെ സഹായം കൊണ്ട് ഉണ്ടാകുന്ന വിചാരണ്ട. എന്തുകൊണ്ട്? അത് ഞാൻ കണ്ടിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങളൊക്കെ ഔങ്യം പൊളിയാതെ നിങ്ങൾ അങ്ങനെയാണ് താടിയും പറപ്പിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മെല്ലെ സൈഡാക്കുകയാണ്. ചില താടിവാലന്മാരെ അവര് സൈഡ് കൂടെ പോയിക്കോട്ടെ എന്ന് ഞാൻ മിണ്ടാതിരുത്തുകയാണ്. ഹബീബ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയാണ്, മറഫിൽ ബാബി സാനി ഇദ്ദതു ഹദീസ മിൻ ഫി അന്ന ലഹും മിൻഹു സ്വല്ലല്ലാഹു അലൈഹി ശഫാഅത്തുൻ മഖ്സൂസ. റസൂലുള്ളാഹി ഈ കുടുംബത്തിന് റസൂലിൽ നിന്ന് പ്രത്യേക ശഫാഅത്ത് ഉണ്ട് എന്നത് സുവിദിതമായ സംഗതിയാണ്. ഏത് കുടുംബത്തിന്? അഹ്ലു ബൈത്തിന്. അല്ലാഹു റസൂലിന് പ്രത്യേകമായ ശഫാഅത്ത് അവർക്കുണ്ട് എന്നത് സുവിദിതമായ സംഗതിയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറയല്ല, മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി പറയുകയാണ് റളിയല്ലാഹു അൻഹു. ഈ കാണുന്നത് അസ്സവാഇഖുൽ മുഹരിഖയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ അസ്സവാഇഖുൽ മുഹരിഖയിൽ നിന്നാണ് വായിക്കുന്നത്. ഖാല റസൂലുള്ളാഹി അൻ ഇബ്നു മസ്ഊദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫാത്തിമ അഹ്സനത് ഫർജഹാ ഫഹറമ അല്ലാഹു ദുർരിയതഹാ അലന്നാർ. ഫാത്തിമ തന്റെ ലൈംഗികാവയവം എല്ലാ തെറ്റിനെ തൊട്ടും സംരക്ഷിച്ച പെണ്ണാണ്. അതുകൊണ്ട് ഫഹറമല്ലാഹു ദുർരിയതഹാ മിനന്നാർ അലന്നാർ. ഫാത്തിമാന്റെ മക്കൾ, പേരമക്കൾ എല്ലാ മക്കളെയും ദുർരിയത്ത് എന്നാൽ ഒന്നും രണ്ടും അല്ല, ഇലാ യൗമിൽ ഖിയാമ അതിനെ അല്ലാഹു തആല നരകത്തിന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. ഹദീത്ത് റിപ്പോർട്ട്, ഈ ഹദീത്ത് ഇവിടെ കൊടുക്കുന്നത് ഇബ്നു ഹജർ തങ്ങളാണ്.
ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് പറയാൻ പാടില്ല എന്നാൽ നിനക്ക് പണി നോക്കാം. അങ്ങനെ ഒരു ആൺകുട്ടി പിന്നെ ഭൂമിയിലുള്ളതായി എൻ്റെ അറിവില്ല. അതാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇന്നും ലോകത്ത് ഏത് വിഭാഗം ആയിക്കോട്ടെ ആരായാലും ഇന്നും ഇമാം നവവിയുടെ മിൻഹാജിനെ ഒന്ന് വ്യാഖ്യാനിച്ച് ഒരു മസല കണ്ടുപിടിക്കണമെങ്കിൽ ആരെയാണ് ആശ്രയിക്കുക? ഇന്നും അവസാനത്തെ വാക്ക് തുഹഫയാണ്. ഇന്നും ഏത് പാർട്ടിയാണെങ്കിലും അവസാനത്തെ വാക്ക് തുഹഫയാണ്. അതിന്റെ കർത്താവ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറാൻ റളിയല്ലാഹു അൻഹു അവരാണ് പറയുന്നത് എന്ന് അഖ്റജഹു തമാം ഫി ഫവായിദിഹി വൽ ബസ്സാർ വത്തബറാനി ഫഹറമ അല്ലാഹു ദുരിയതഹ അലന്നാർ വസഹീഹായി വന്നിട്ടുണ്ട്. ആര് പറയാ? ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ് സ്വഹീഹായി വന്നിട്ടുണ്ട്. വഅദനി അന്നി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് വഅദനി റബ്ബി എൻ്റെ റബ്ബ് എനിക്ക് കരാർ ചെയ്തിട്ടുണ്ട്. ഫി അഹ്ലി ബൈത്തി എൻ്റെ അഹ്ലി ബൈത്തിൽ മൻ അഖറ മിൻഹും ബില്ലാഹി ബിത്തൗഹീദ് വലി ബിൽ ബലാഗ് അല്ലാഹുവിന്റെ തൗഹീദും എൻ്റെ റിസാലത്തും ഒരാൾ അംഗീകരിച്ചാൽ ഈ കുടുംബത്തിൽ അംഗീകരിച്ചാൽ അല്ലാ യുഅദിബുഹും അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. വഅദനി റബ്ബി ഞാനും റബ്ബും തമ്മിൽ കരാറുണ്ട്. എന്താർത്ഥം? സ്വഹീഹായി വന്നിട്ടുണ്ട്. ആരാ പറയുന്നത്? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അസ്റാഇഖുൽ മഹ്ദിക്കാണത്. ഒന്നുകൂടി നോക്ക്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുൽ റിജ്സ അഹ്ലൽ ബൈത്തി വയുത്ഹിറക്കും തത്ഹീറാ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയാണ് പറയാ അർത്ഥം വെക്കടോ. സ്വഹീഹായി വന്നിട്ടുണ്ട്. അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ പറയുന്നതായിട്ട് സ്വഹീഹായി വന്നിട്ടുണ്ട്. വഅദനി റബ്ബി എൻ്റെ റബ്ബ് എനിക്ക് കരാർ ചെയ്തിരിക്കുന്നു. ഫി അഹ്ലി ബൈത്തി എൻ്റെ കുടുംബത്തിൽ മൻ അഖറ മിൻഹും ലില്ലാഹി ബിത്തൗഹീദ് വലി ബിൽ ബലാഗ് അല്ലാഹുവിന്റെ തൗഹീദും ഞാൻ അല്ലാഹുവിന്റെ മുർസലായ മുർസലാണെന്നും അല്ലാഹു ഏകനാണെന്നും ഈ കുടുംബത്തിൽ ഒരാൾ അംഗീകരിച്ചാൽ അല്ലാ യുഅദിബുഹും അല്ലാഹു അവരെ പിന്നെ പാറകുടി ശിക്ഷിക്കൂല എന്ന് എങ്ങനെ വന്നിട്ടുണ്ട്? സഹിയായി വന്നിട്ടുണ്ട്. ഒരു റിവായത്തിലുണ്ട് അല്ലാഹുവേ ഇത് ഇവിടെ തന്നെ ഉണ്ടത് വജാഅ ബിസനദിൻ വറുവാതുഹു സിഖാത്ത് വളരെ വിശ്വസ്തരായ റാവികളിലൂടെ വഴിയിലൂടെ വന്നിട്ടുണ്ട്. ആര് പറയാ? എന്താ മിണ്ടാതിരിക്കുന്ന കുട്ടി? ആര് പറയുന്ന? ഇബ്നു ഹജർ തങ്ങൾ പറയാണ് റളിയല്ലാഹു അൻഹു വജാഅ ബിസനദിൻ വറുവാതുഹു സിഖാത്ത് വിശ്വസ്തരായ വിശ്വസ്തരായ സത്യസന്ധരായ വിശ്വസ്തരായ റാബികൾ വഴിയുള്ള സനദിൽ ഹദീസ് വന്നിരിക്കുന്നു. എന്ത്? ഖാല അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലിഫാത്തിമത. ആരോട് പറഞ്ഞു? ഫാത്തിമ ബീവിയോട് പറഞ്ഞു ഇന്നല്ലാഹു ഗൈറു മുഅദ്ദിബികി വലാ വലദകി നിന്നെയും നിന്റെ കുട്ടികളെയും പടച്ചവൻ ശിക്ഷിക്കുകയില്ല. നിന്നെയും നിന്റെ കുട്ടികളെയും പടച്ചവൻ ശിക്ഷിക്കൂല. ഇതെന്താ മൗലിയരെ പൗരോഹിത്യം എങ്ങനെയാണ്? അത് ഔലങ്കന്റെ കരയെന്ന് നബിയോട് ചോദിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. മനസ്സിലായില്ല? ഇതെന്താ ആ കുടുംബത്തിന് അങ്ങനെ ഒരു പ്രത്യേക എന്താ പറയാ ഒരു ക്രീമിലേറെ അതെങ്ങനെയാണ്? അത് അവിടുന്ന് നിനക്ക് ആ കൗസറിന്റെ കരയെന്ന് കാണാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലെങ്കിൽ നബി ഞങ്ങൾ അങ്ങനെ പറയുന്നു അവിടെ ചോദിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. ഇവിടെ ഇബ്നു ഹജർ തങ്ങൾ പറയാണ് എന്ത്? വജാഅ ബിസനദിൻ സനദ് വളരെ കൃത്യമായ സനദോടുകൂടി വന്നിട്ടുണ്ട്. റിജാലുഹു സിഖാത്തുൻ അതിലെ ഓരോ ആളുകളും വളരെ വിശ്വസനാണ്. അങ്ങനത്തെ സനദിൽ വന്നിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആരോട്? ലിഫാത്തിമത ഫാത്തിമ ബീവിയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല നിന്റെയും നിന്റെ കുട്ടികളെയും പടച്ചവൻ ശിക്ഷിക്കുകയില്ല. അതിന്റെ ഒരു വ്യാഖ്യാന നിബന്ധനയാണ് അപ്പുറത്ത് പറഞ്ഞത്. എന്ത്? അവര് തൗഹീദ് റിസാലത്ത് അംഗീകരിച്ചാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിന്നെ ശിക്ഷിക്കൂല. വരിജാലുഹു സിഖാത്തുൻ വിശ്വസ്തരായ പരമ്പരയിലാണ് ഈ ഹദീസ് വന്നത്. ആര് പറയുന്നു? ഇബ്നു ഹജർ തങ്ങൾ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ പറഞ്ഞത്? മുഅ്മിനീങ്ങളെ അല്ലാഹു മക്കനാ ഫി ഇൽമിനെ തരട്ടെ. അവരെ കോന്തൽമ തൂങ്ങിക്കോളി. അവരെ കോന്തൽമൽ തൂങ്ങുക. അതുകൊണ്ടാണ് ഷാഫി ഇമാം എന്ത് പറഞ്ഞ് വലൗ കാന ദംബി ഹുബ്ബ ആലി മുഹമ്മദി
ഞാൻ നബി കുടുംബത്തെ സ്നേഹിച്ചതാണ് എന്റെ കുറ്റമെങ്കിൽ പോയിനോ അത് കുറ്റമായി നിന്നോട്ടെ, ഞാൻ ആ വിഷയത്തിൽ തോപ ചെയ്യുകയില്ല. അതായത് ഈ കുടുംബത്തിനെ വല്ലാതെ വല്യതാക്കണ ആളായിരുന്നു ആര്? ഷാഫി ഇമാം. ആ ഷാഫി ഇമാമിന് ഇത് കാരണം ഷിയാണെന്ന് പറഞ്ഞു. ഇന്ന ഷിയാക്കിനെ എനിക്ക് വിചാരില്ല. ഇമാം ഷാഫിഈ ഷിയാക്കിയ ദുനിയാവാണിത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലിയെ കാഫിറാണെന്ന് പറഞ്ഞു. ഇമാം ഗസാലിയെ കാഫിറാണെന്ന് പറഞ്ഞ ദുനിയാവാണിത്. മുജദ്ദിദുൽ ഖർനിൽ ഖാമിസ്, 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് അൽ ഗസാലി. ഇമാം ഗസാലിയെ കാഫിറാണെന്ന് പറഞ്ഞ ദുനിയാവാണിത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇമാം അങ്ങനെ ചിന്തിക്ക്. ഇത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ കാഫിറാണെന്ന് പറഞ്ഞ ദുനിയാവാണ്. ആല് മുഹമ്മദിനെ റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ സ്നേഹിച്ചതാണ് എന്റെ കുറ്റമെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ ഷിയാണെന്ന് പറയുന്നതെങ്കിൽ ജിന്നുകളും ഇൻസുകളും സാക്ഷ്യം വഹിച്ചോളി, ഞാൻ ഷിയ തന്നെയാണ്. ആര്? ഇമാം ഷാഫിഈ. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചാൽ ഷിയെന്ന് നിങ്ങൾ മുദ്രയടിക്കുമെങ്കിൽ ജിന്നുകളും ഇൻസുകളും സാക്ഷ്യം വഹിച്ചോളി, ഞാൻ ഷിയ തന്നെയാണ്, ഞാൻ ഷിയ തന്നെയാണ്. നബി കുടുംബത്തെ സ്നേഹിച്ചാൽ നിങ്ങൾ ഷിയാക്കുമെങ്കിൽ മനുഷ്യന്മാരെ ജിന്നുകളെ നിങ്ങൾ രണ്ടു കൂട്ടരെ സാക്ഷ്യം വഹിച്ചോളി, ഞാൻ ആരെന്നാ ഷിയ തന്നെയാണ്, നിങ്ങൾ കണ്ടുകൂട്ടി കളയും എന്ന് ഇമാം ഷാഫിഈ. അതൊന്നും ബേജാറില്ലടോ. എന്ന് അക്കന്റെ കയ്യിലുണ്ട് ദീവാനൊന്നും ഇപ്പൊ പൊട്ടിക്കണില്ല. പിന്നെ ആവശ്യത്തിനെ പൊട്ടിക്കൊള്ളൂ, ആവശ്യത്തിനെ പൊട്ടിക്കൊള്ളൂ. അങ്ങനെ ബേജാറാവണ്ട. ഇതിൽ സാധനം ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ചെറിയ 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 സാധനം, ആണി, ഉളി ഇതൊക്കെ എടുത്തിട്ടുള്ളൂ. ബോംബ്, ബീരങ്കി ഒക്കെ എത്രയോ ലോഡ് കണക്കിനുണ്ട്. അതൊക്കെ അപ്പുറത്തിങ്ങി വരാൻ കിടക്കുന്നുണ്ട്. ഇപ്പൊ അതൊന്നും എടുത്തിട്ടില്ല. ചെറിയ ചെറിയ ചെള്ള് മൂട്ട പോലെ തന്നെ കൊല്ലാൻ ബീരങ്കി എടുക്കണ്ടേ ആവശ്യമില്ല. ആണ് ചെറിയ ചെറിയ സാധനം. തൊട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ബഹുമാനപ്പെട്ട ഈ ഹദീസ്. മുഹബ്ബത്ത് ബിൻ അലി ബിൻ അബി ത്വാലിബിനെ തൊട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? قال سمعت رسول الله صلى الله عليه وسلم, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയാ, അല്ലാഹുമ്മ ഇന്നഹും അത്റതു റസൂലിക, അല്ലാഹുവേ ഇവരെ എന്റെ കുടുംബമാണ്, ഈ പറയുന്നവർ എന്റെ കുടുംബമാണ്. ഫഹബ് മുസീഅഹും ലിമുഹ്സിനീൻ, അവരിൽ മോശപ്പെട്ടവരുണ്ടെങ്കിൽ നല്ലവരടുത്ത് കൈ കണ്ടു കൊടുത്താളാണ്. ഫഹബ് മുസീഅഹും ലിമുഹ്സിനീൻ. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞില്ല. അവരെ കൂട്ടത്തിൽ മോശപ്പെട്ടവരുണ്ടെങ്കിൽ ആരെ കൈ കൊടുത്താളാ? കരണ്ട്. മനസ്സിലായില്ല? ഇതിൽ കരണ്ട് ഇല്ലെങ്കിൽ കരണ്ട് ഉള്ള കുത്തിയ പിന്നെ ഇതിലും കരണ്ടായില്ലേ? അവരെ കൂട്ടത്തിൽ, എന്റെ കുടുംബത്തിന്റെ കൂട്ടത്തിൽ മോശപ്പെട്ടവർ വന്നാൽ, ഈ അടിസ്ഥാന യോഗ്യത തൗഹീദ് റിസാലത്ത്, പിന്നെ അവർക്ക് മോശം വന്നാൽ ഫഹബ് മുസീഅഹും ലിമുഹ്സിനിഹിം, അവരിൽ മോശപ്പെട്ടവർ നീ ആരെ കൈക്ക് കൊടുക്ക്? നല്ലൊരു കൈക്ക് കൊടുക്ക്. പിന്നെയോ വഹബുഹും ലി, നല്ലൊരു എന്റെ കൈക്ക് കൊണ്ടാ. അപ്പൊ ഞങ്ങൾ അവസാനം വരെ ഒറ്റ കൈയായിരിക്കും. മനസ്സിലായില്ല? അവനിൽ മോശപ്പെട്ടവരുണ്ടെങ്കിൽ നല്ലൊരു കയ്യിലേക്ക് കൊടുക്ക്, നല്ലൊരു എന്റെ കയ്യിലേക്ക് കൊണ്ടാ. അപ്പൊ ഞങ്ങൾ ഒരു ചങ്ങലയായി അങ്ങനെ നിൽക്കും. എന്താ നിന്റെ രഹസ്യം? അല്ലാഹു അലം. എന്താ രഹസ്യം? അല്ലാഹു അലം. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുൽ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. എന്താ രഹസ്യം? അറിയില്ല. അറിയൂലല്ലോ. ഖൈബറിൽ കോട്ടവാതിൽ പൊളിച്ച്, ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. സയ്യിദുനാ അലി പരിച പൊട്ടിയപ്പോ കോട്ടവാതിൽ പൊളിച്ചിട്ട് എന്താക്കി? പരിചയാക്കി സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. എന്നിട്ട് യുദ്ധം കഴിഞ്ഞപ്പോൾ അതവിടെ ഇട്ടിട്ട് പോന്നു. പിന്നെ 40 ആള് ചെന്നിട്ടാണ് എടുത്തു മാറ്റിയത്. എത്ര? ഒക്കെ ഞാൻ ഇവിടെ കാണിക്കും, ഒക്കെ തെളിയാൻ കാണിക്കും. എത്ര ആള്? 40 ആള് ചെന്നിട്ടാ കോട്ടവാതിൽ വന്നിച്ചത്. അപ്പൊ ആ കയ്യിന്റെ കരുത്ത് എത്രയാ? ഇത് മനുഷ്യന്റെ കഴിവല്ല. അതുകൊണ്ടാ മുദ്ഹിറുൽ അജായിബായത്. മനസ്സിലായില്ല? മനസ്സിലായില്ല? നമ്മളെല്ലാ ആഴ്ചയും കേൾക്കണ്ടല്ലോ എന്ത്
മുദ്ഹിറുൽ അജായിബ്, അത്ഭുതങ്ങളുടെ മുദ്ഹറും മുദ്ഹിറുമാണ്. അത്ഭുതങ്ങൾ വെളിവാക്കിയ വെളിപ്പെട്ടത് അലിയാരിലാണ് റളിയല്ലാഹു അൻഹു. അതായത് കോട്ടവാതിൽ പൊളിച്ചിട്ട് എന്താക്കി? പരിചയാക്കണമെങ്കിൽ ഒറ്റ കൈമ പിടിക്കണ്ടേ? പരിചയാക്കണമെങ്കിൽ എന്തുമ്മ പിടിക്കണം? ഒറ്റ കൈ കൊണ്ട് പിടിക്കണം. യുദ്ധം കഴിഞ്ഞിട്ട് അതവിടെ വലിച്ചെറിഞ്ഞ് എന്നിട്ട് തിരിച്ചു വന്നു സയ്യിദുനാ അലി എല്ലാം ലെവലാക്കി. പിന്നെ ഞങ്ങൾ പോയിട്ട് അത് പൊക്കാൻ കഴിഞ്ഞില്ല. അത് പിന്നെ പൊക്കിയത് 40 ആളാണ്. ആടാ അവിടെ നിന്ന് പൊക്കി മാറ്റിയത്. എത്ര ആള്? 40 ആള് പൊക്കി മാറ്റി. അത് പരിചയാക്കി. ഇങ്ങനെ ആര്? സയ്യിദുനാ അലി. അപ്പ കൈ എന്താണ്? അത് ചിന്തിച്ചു നോക്ക്. എന്താണത്? അന വഅലിമിൻ ഷജറത്തിൻ വാഹിദ, ഞാനും അലിയും ഒരു മരത്തിൽ നിന്നാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ. ആ മരത്തിലാണ് അവരൊക്കെ ഉള്ളത്, എല്ലാ കുട്ടികളും ഉള്ളത്. അവരെ കൂട്ടത്തിൽ അബദ്ധം സംഭവിച്ചാൽ പോലും സാധാരണക്കാരെ പോലെ അല്ല അവര്. അവരിൽ മോശപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ ആരിലേക്ക് കൂട്ടും? നല്ലവരെ കൂട്ടും. നല്ലവർ എൻ്റെ കയ്യിലേക്കും കൂട്ടും. ഞങ്ങളൊക്കെ ഒറ്റമാണ്. എന്താ അതിന്റെ രഹസ്യം? അല്ലാഹു അഅലം. എന്താ അതിന്റെ രഹസ്യം? അല്ലാഹു അഅലം. നമുക്ക് ആ രഹസ്യങ്ങളെ അറിയൂല. നമുക്ക് ആ രഹസ്യം അറിയില്ല. നമുക്ക് ആ രഹസ്യം മനസ്സിലാക്കാൻ കഴിയില്ല. അസാദത്തും നേതാക്കന്മാരൊക്കെ അവരിൽ നിന്നായിരിക്കും. എന്നും നേതാക്കന്മാർ അവന്നായിരിക്കും. അവരെ നിങ്ങൾ മറികടക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ തങ്ങൾ ശിഫായിൽ കണ്ടല്ലോ. അവരങ്ങൾ മറികടക്കാൻ നോക്കരുത്. അലിയാരെ കിട്ടാൻ ഹൗറുലിങ്ങൾക്ക് വലിയ കുതിയാണെന്നുള്ള ഹദീസ് പിന്നെ ഞാൻ കാണിക്കാം. റളിയല്ലാഹു അൻഹു. സ്വർഗത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ആരെ? അലിയാരെ. സ്വർഗം എന്നും പറയും പഠിച്ചോനെ അലിയാരെ കൊണ്ട്. സുന്നത്ത് മാറ്റി അനവധി മാധ്യങ്ങൾ ഞാൻ പറയാം, പിന്നീട് പറയാം. അവിടേക്കൊന്നും എത്തിയില്ല, അവിടേക്കൊക്കെ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവരെ കോണ്ടലയിൽ പിടിക്കലല്ലാതെ ഒരു രക്ഷയില്ല. അവരാണ് അല്ലാഹു ഈ ഉമ്മത്തിലെ ഏറ്റവും നിഅമത്ത് ചെയ്തത് അവരെയാണ്. അവരുടെ കൂട്ടത്തിലെ ഒരു കുട്ടി ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് ഹജ്ജിന് വന്നു. ഹജ്ജിന് വന്നപ്പോ തവാഫ് ചെയ്യുന്നിടത്ത് ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മനുഷ്യന്മാർക്ക് തവാഫിൽ എന്ത് രാജാവ്? മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ രാജകിങ്കരന്മാരും പോലീസും വന്നിട്ട് ആളുകളെ നീക്കാൻ തുടങ്ങി, രാജാവിനെ സൗകര്യപ്പെടുത്തി കൊടുക്കാൻ. എന്നിട്ട് ആളുകൾ മറികടന്നിട്ട് എന്ത് ചെയ്യാണ്? തവാഫ് ചെയ്യാം. പോലീസുകാരിങ്ങനെ കഷ്ടപ്പെടാൻ ആളെ നീക്കാൻ ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന് എന്ത് ചെയ്യണം? തവാഫ് ചെയ്യണം. അപ്പോഴാണ് സൈനുൽ ആബിദീൻ ഉണ്ടാകുന്നത്. അപ്പോഴത്തേന് ആളുകൾ മൊത്തം മാറി. എന്നിട്ട് സൈനുൽ ആബിദീൻ എന്തായി? ഒരു പ്രയാസമില്ലാതെ മുന്നിൽ ഇങ്ങനെ ജനങ്ങളും എല്ലാം പൂച്ചക്കുട്ടികളെ പോലെ പിന്നിലും. അപ്പൊ ഹിശാമിന് മനസ്സിലായില്ല ധാരാണ്. അപ്പോൾ ഫറസ്തക്ക് പാട്ടുപാടി ഇത് മുത്തലിബിന്റെ പേരക്കുട്ടി. മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ കാട്ടിയത് കണ്ടോ? ലോകം മുഴുവൻ അന്ന് അടക്കി ഭരിച്ച ചക്രവർത്തിയാണ് ആര്? ഹിശാം. ഹിശാമിന് തവാഫ് ചെയ്യാൻ ജനങ്ങൾ സമ്മതിക്കില്ല. ജനങ്ങൾ കയറുന്നെ, കുറുകിയും മുന്നിലും കയറുക, പോലീസുകാർ കഷ്ടപ്പെടുക, മത്താഫിലിട്ട് തല്ലാൻ പറ്റൂലല്ലോ. അപ്പോഴാണ് ആരുടെ ഇറങ്ങിയത്? സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. പറ, ആരെ പേരക്കുട്ടി? ഹുസൈൻ. ആരെ പേരക്കുട്ടി? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി. ബഹുമാനപ്പെട്ടവരിൽ ഇറങ്ങിയപ്പോൾ, മുത്തുനബിയുടെ പേരക്കുട്ടി ഇറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആളുകൾ പിന്നെ മത്താഫിൽ ഒരാളും ഇല്ല. പൂച്ചക്കുട്ടികളെ പോലെ ഫസാറു ഖൽഫഹു. ഒരാൾ മുന്നിൽ നടക്കണില്ല, എല്ലാവരും എവിടെയായി? ബേക്കിലായി. ജനങ്ങളൊക്കെ അങ്ങോട്ട് മാറി. ജനങ്ങളെല്ലാം ആ ബേക്കില് ഭയങ്കര മുന്നിൽ അവരിങ്ങനെ നയിക്കുക, ബേക്കിൽ തവാഫ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ രാജാവ് ചോദിച്ചു, അയാൾ ആരാ? ഒരു പോലീസ് വേണ്ട, ജനങ്ങൾ ഒറ്റയ്ക്ക് പൂച്ചക്കുട്ടികളെ പോലെ. അപ്പൊ ആ കൂട്ടത്തിലെ ഒരു നിമിഷക്കവിയായ ഫറസ്ദഖ് ഉണ്ടായിരുന്നു. ഫറസ്ദഖ് പാടിയ അള്ളാന്റെ അടിമകളിൽ ഏറ്റവും മഹാനായ മുത്തനബിന്റെ പേരെ കുട്ടിയത്. അവർക്ക് പോലീസിന്റെ ആവശ്യം ഇല്ല. എന്താ അതിന്റെ സിർ? അല്ലാഹു അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിന്നിൽ നിൽക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു 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 നമ്മെ അനുഗ്രഹിക്കട്ടെ. അത് തന്നെയാണ് സത്യം. മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് പറ്റി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവര് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ മിണ്ടൂല, ഒരാളോട് മിണ്ടൂല. അഹ്ലു ബൈത്ത്പ്പെട്ട ആരെങ്കിലും വന്നോ എന്ന് അറിയിച്ചാൽ അപ്പോൾ എണീറ്റിക്കും. ആര്?
ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരെ ശിഷ്യന്മാരായി പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ പഠിച്ചിരുന്ന കാലത്ത് ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിന്റെ ക്ലാസ്സുകളിൽ ഇവർ രണ്ടാളും വേഗം പോയിരിക്കും. ആദ്യം തന്നെ പോയിരിക്കും, നേരം വൈകൂല. സ്വാഭാവികമായും ചിലപ്പോൾ കുട്ടികളൊക്കെ നേരം വൈകി ഭക്ഷണത്തിന് മറ്റോ പോയിട്ട് നേരം വൈകി വരുമല്ലോ. പക്ഷേ അവര് ശൈഖുന ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിന്റെ ക്ലാസ്സിലാണെങ്കിൽ ഇവർ നേരം വൈകൂലാണ്. കാരണം നേരം വൈകിയാൽ ഈ കുട്ടികൾ വരുന്നത് കണ്ടാൽ ശൈഖുന അവിടുന്ന് എണീറ്റിക്കും, ഉസ്താദ് എണീറ്റിക്കുക. ആര് വരുന്നുണ്ട്? കുട്ടികൾ വരുന്നുണ്ട്. ശിഷ്യം മനസ്സിലാവുണ്ട് പറഞ്ഞത് ചരിത്രല്ലേ? എന്ത് അത്ര അവരാരാ? ശംസുൽ ഉലമ എന്ന് പറഞ്ഞ ആരാ? ഭയങ്കര സിർ അറിയുന്ന ആളാണ് മഹാനായ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി. ഭയങ്കര സിർ അറിയുന്ന ആളാണ്. എന്താണ് നിങ്ങൾ എന്നിട്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി. എന്നാൽ മറ്റേ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് എന്തേ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ചു, നബിയുടെ ജനതയിൽ നബി പഠിപ്പിച്ച സമൂഹത്തിൽ തങ്ങന്മാരെന്നൊരു വിഭാഗം ഇല്ല. വായിച്ചില്ലേ? കഴിഞ്ഞ ആഴ്ച വായിച്ചില്ലേ? കഴിഞ്ഞ ആഴ്ച വായിച്ചു. സൽസബീലിൽ നിന്ന് വായിച്ച്. ഓർമ്മയുടെ തീരത്ത് എന്നൊരു പുസ്തകമുണ്ട് കെ ഉമർ മൗലവിക്ക്. എന്താ മരണം വരെ കേരള നദവത്തുൽ മുജാഹിദീൻ പ്രസിഡന്റ് ആയിരുന്ന കെ ഉമർ മൗലവി എന്താ എഴുതിയത്? നബി പഠിപ്പിച്ച സമൂഹത്തിൽ തങ്ങന്മാരെന്നൊരു വിഭാഗമില്ല. അതെല്ലാം സുന്നികൾ ഷിയാക്കളിൽ നിന്ന് പകർത്തിയത് മാത്രമാണ്. ഇവിടെയോ അതാണ് അവിടുത്തെ പ്രസിഡന്റ്. ഇവിടുത്തെ ജനറൽ സെക്രട്ടറിയോ പറയും, ഇവിടുത്തെ ജനറൽ സെക്രട്ടറിയോ ഇവിടുത്തെ പ്രസിഡന്റോ ഇവിടുത്തെ സെക്രട്ടറിയോ അധ്യാപകൻ ഉസ്താദുൽ അസാത്തീർ ആയിട്ട് പോലും കുട്ടികൾ നേരത്തെ വന്ന് പാഞ്ഞു വന്നിരിക്കും. കാരണം ശൈഖുന വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ശേഷമാണ് വരുന്നെങ്കിൽ ശൈഖുന എണീറ്റിക്കും. അങ്ങനെയുണ്ട്. എന്റെ കാര്യം തിരിയാന്നൊരു സംഗതി ഉണ്ട്. അത് തിരിഞ്ഞോലിക്ക് തിരിയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ബാക്കി അടുത്ത ക്ലാസ് ഇൻഷാ എന്നാണ് അതിന്റെ അർത്ഥം. അലിമഹു മൻ അലിമഹു വജഹദഹു മൻ ജഹദഹു. അള്ളാഹു തആല നമ്മളെ നാഫിഅ ഇൽമോട് അനുഗ്രഹിക്കട്ടെ. തല കയറുന്നവരുണ്ട്, തല കയറാത്തവരുണ്ട്. ആകെ വരി 6000 ചില്ലാനാണ്. എന്നാൽ വരിന്റെ അപ്പുറത്തുള്ള വരികൾ എന്നാൽ വിൻഡോസ് ആണ്. വരിന്റെ അപ്പുറത്താണ് കാര്യം, വരിയിലല്ല. 6000 വരിയുള്ള ആയത്തിന് 6000 വരിന്റെ പരിഭാഷയും കൊണ്ട് ഇരിക്കുകയാണ് ഇവിടെ കുറച്ച് ആളുകൾ. അവർക്ക് എന്ത് തിരിഞ്ഞാൻ? സത്യത്തിൽ വരി വിൻഡോസ് ആണ്. ആ വിൻഡോ ആണ് തുറന്നു കിട്ടിയാൽ അറ്റല്ലാത്ത ലോകമുണ്ട്. അവിടെ കൊല്ലൗക്കാനൽ ബഹ്റു മിദാദല്ലി കലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു. ഒന്നാമത്തെ ആയത്തും 2 ആയത്താണ് ആകെ ഖുർആനിലുള്ളത്. 2 ആയത്താണ് ആകെ, ഓണല്ലേ? 2 ആയത്താണ് ആകെ ഖുർആനിലുള്ളത്. ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 2 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത്ര തന്നെയുള്ള ഖുർആൻ. ആകെ ഖുർആന്റെ സാരാംശം 2 ആയത്താണ്. ആകെ ഖുർആൻ ആകെ 2 ആയത്ത്. ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 2 അൽഹംദുലില്ലാഹ്. ഒന്ന് മഅബൂദിൽ നിന്ന് അബ്ദിലേക്ക്, 2 അബ്ദിൽ നിന്ന് മഅബൂദിലേക്ക്. ഈ ചർച്ചയാണ് ഖുർആനിലുള്ളത്. അതിൽ 1-ാമത്തെ ആയത്തിലും മുഹമ്മദ് ഉണ്ട്, 2-ാമത്തെ ആയത്തിലും മുഹമ്മദ് ഉണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനിൽ റഹ്മത്ത് അന്തർലീനമാണ്. റഹ്മത്തുൽ മുതലക്ക മുഹമ്മദാണ്. റഹീമിലും മുഹമ്മദ് ഉണ്ട്, റഹീമിന്റെ ഉള്ളിലും റഹ്മത്താണ്. റഹ്മത്തുൽ മുതലക്ക മുഹമ്മദാണ്. 2-ാമത്തെ ആയത്ത് ഹംദാണ്. ഹംദിന്റെ തലക്ക് ഒരു കെട്ടുകൊടുത്താൽ മുഹമ്മദായി. 1-ാമത്തെ ആയത്ത് മുഹമ്മദാണ്, 2-ാമത്തെ ആയത്ത് മുഹമ്മദാണ്. 2-ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ അബ്ദ് മഅബൂദിന് കൊടുക്കുന്ന പണിയല്ലേ. ഈ പണി ഏകദേശം ഏറ്റവും ആദ്യം എടുത്തത് മുഹമ്മദാണ്, ഏറ്റവും കൂടുതൽ എടുത്തത് മുഹമ്മദാണ്. അതുകൊണ്ടാണ് ആ മുത്തുനബിക്ക് അഹ്മദ് എന്ന് പേരിട്ടിയത്. മൻ സബഖ സനാഉഹു വഹംദുഹു ലില്ലാഹ് മൻ കസുറ സനാഉഹു വഹംദുഹു ലില്ലാഹ് ഫസാറ അഹ്മദ. മൻ കസുറ സനാഉൽ ഇബാദി ലഹു ഫഹുവ മുഹമ്മദ്. അത് കാരണം ലോകം മുഴുവനും ഒരാളെ പ്രശംസിച്ചു, അപ്പോൾ അയാൾ മുഹമ്മദായി. ഒരാൾ എപ്പോഴും അല്ലാഹുവിനെ പ്രശംസിച്ചു, അപ്പോൾ അയാൾ അഹമ്മദായി. പള്ളിക്കൂടം വരെ തിരിയണം, അന്തം വേണം. ഇതൊക്കെ വിൻഡോസ് ആണ് അതിൻ്റെ അപ്പുറത്തെ കിടക്കണത്. അതിനെന്താ അങ്ങനെ എന്ന് പറഞ്ഞാൽ അത് അവരെ സ്കൂളിൽ നിന്നല്ല ഞാൻ പഠിച്ചത്. എൻ്റെ സ്കൂളും അവരെ സ്കൂളും രണ്ടാണ്. അതാണ് പ്രശ്നം. എൻ്റെ ഉസൂൽ അവർക്ക് മനസ്സിലാവില്ല. അത് അവരെ കുഴപ്പമാണ്. ആ കുഴപ്പത്തിൽ അവർക്ക് ഇനി രക്ഷപ്പെടാനും കഴിയില്ല. ഇല്ലെങ്കിൽ പിന്നെ തിരിച്ചു പോകണം. ആദമിന്റെ ഖബറിന്റെ അടുത്തെങ്കിലും ഒന്ന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുന്നത്
അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞ് ഇബ്ലീസ് കണ്ടപ്പോ എനിക്കൊന്ന് നന്നാകാൻ പോലുണ്ടായിരുന്നു. അപ്പോ അള്ളാഹു തആല മൂസാ നബി പറഞ്ഞ് അള്ളാഹ് ഞാൻ ഇബ്ലീസിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിന്. അപ്പൊ മൂപ്പർക്ക് ഇനിയെങ്കിലും ഒന്ന് നന്നാകാൻ പോലുണ്ട്. അപ്പൊ അള്ളാഹു തആല വഹി അറിയിച്ചു മൂസാ നബിക്ക്, ആയിക്കോട്ടെ നന്നാകാം, എനിക്കൊന്ന് നന്നാകണേന് ഒരു വിരോധമല്ല. ആദമിന്റെ ഖബറുണ്ട്, അവിടെ പോയിട്ട് ഇന്നാലിന സ്ഥലത്ത് അവിടെ നിന്ന് പോയിട്ടൊരു സുജൂദ് ചെയ്യാൻ വേണ്ടി പറയാം. അതിൽ ഇബ്ലീസ് നേർച്ച് വൻ ജീവനോട് കൂടെ കളിച്ചും ചിരിച്ചും പാഞ്ഞെടുത്തപ്പോ സുജൂദ് ചെയ്തിട്ടില്ല. പിന്നെന്തോ ഞാൻ മണ്ണിന് പോയി സുജൂദ് ചെയ്തു. മനസ്സിലായില്ല. ഓ കളിച്ചും ചിരിച്ചും പാഞ്ഞു നടന്ന കാലത്ത് ഞാൻ അവനെ സുജൂദ് ചെയ്തിട്ടില്ല. പിന്നെ നീ ഖബറിന് നിന്നെ കിട്ടോ എന്ന് ചോദിച്ചാല് തന്നെ അവന്റെ കുഴപ്പം, തന്നെ പേരും കുഴപ്പം. ഇവർക്ക് തിരിഞ്ഞ് എനിക്ക് ബിരിയാദല്ല, പക്ഷെ അത് അവരെ കിബർ അങ്ങോട്ട് കയറി കിട്ടൂല. നമ്മളൊക്കെ ഒന്നാണെന്നാ എല്ലാവരും വിചാരം. ഞാനൊരു ജാൽബവും വിചാരം വല്ല ഒന്നാണ്. അവിടെ ദീൻ ഉണ്ടാവൂല. ദീന് എന്നാൽ സിറാത്തുൽ ലദീന തന്നെയാണത്. അതന്നെയാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം. സിറാത്തു അസ്ഹാബിഹി വസിറാത്തു അഹ്ലി ബൈത്തിഹി എന്നല്ലാന്ന് തെളിയിക്കാൻ ഈ ലോകത്ത് ഒരാളെ ഞാൻ വിടൂല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ കൂട്ടത്തിൽ ആലി മുഹമ്മദിൻ ജവാസുൻ അല സിറാത്തി എന്ന മുസ്തഫ നബി പറഞ്ഞു. ആലി മുഹമ്മദിനെ സ്നേഹിച്ചാൽ അവർ സിറാത്ത് പാലത്തിൽ കിടക്കുന്നതാണ്. മഅരിഫത്തു ആലി മുഹമ്മദിൻ ബറാഅത്തുൻ മിനൻ നാർ എന്നാണ്. ആലി മുഹമ്മദിനെ ഒരാൾ അറിഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചിതനാവുമെന്നാണ്. മഅരിഫത്തു ഹുബ്ബു ആലി മുഹമ്മദിൻ അമാനുൻ മിനൽ അദാബ് എന്നാണ്. അല്ലാഹു നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ. അല്ലാഹു നീ തൗഫീഖ് നൽകണമേ റബ്ബ്.